നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അത് പരിചയപ്പെടുത്താമെന്ന്. വേറൊന്നുമല്ല, മിനിമലിസ്റ്റിൻ്റെ ആൽഫ ആർബുട്ടിൻ ഫേസർ ആണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആൽഫ ആർബുട്ടിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഡാർക്ക് സ്പോട്ട് മാറും, ആർക്കൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിൻ ടൈപ്പിനെ അനുസരിച്ച് നമുക്കത് യൂസ് ചെയ്താൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫ ആർബുട്ടിൻ. സോ ഫസ്റ്റ് നമുക്ക് ഇനി ഈ പ്രൊഡക്റ്റിന്റെ റിവ്യൂവിലേക്ക് കടക്കാം. അല്ലേ, ഇതിൽ അത്രയും പറഞ്ഞാൽ പോരെ, അല്ലെ നമ്മൾ ലോങ് വീഡിയോ ഇപ്പോൾ. സോ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയാം. ഇത് ജസ്റ്റ് ഒരു ഗ്ലാസ് ബോട്ടിലാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത് കാണുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫില്ലർ ആണുള്ളത്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ. ഇതാണ് ഇതിന്റെ ഫില്ലർ, നല്ല പോയിന്റഡ് ആയിട്ടുള്ള ഫില്ലർ. അപ്പൊ നമുക്ക് ഡാർക്ക് സ്പോട്ടിന്റെ അവിടെ മാത്രം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഫില്ലർ ആണ് വരുന്നത്. ഡാർക്ക് കളറാണ്, അതാണ് എന്തുകൊണ്ടും ഡാർക്ക് കളറുള്ള ബോട്ടിലാണ് നല്ലത്. അപ്പോൾ ഓക്സിഡൈസ് ആയി പോകാനുള്ള ചാൻസ് ഒക്കെ നല്ല കുറവാണ്. സോ എന്തുകൊണ്ടും പാക്കേജിങ് ബൈ 10 കൊടുക്കാം. നല്ല കൺവീനിയന്റ് ആണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പാക്കേജിംഗ് ആണ് വരുന്നത്. ഇനി പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഫ്രാഗ്രൻസ്, സിൽക്കൻസ്, പാരബൻ, സൾഫേറ്റ്, ഡൈസ്, എസെൻഷ്യൽ ഓയിൽ ഫ്രീ, ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അവർ ക്ലെയിം ചെയ്യണത്. അതുപോലെ തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഇതിൽ അവർ ക്ലെയിം ചെയ്യണത് ഡാർക്ക് സ്പോട്ട് കുറയുന്നതും പിഗ്മെന്റേഷൻ, റെഡ്യൂസ് പിഗ്മെന്റേഷൻ ആണ്. എനിക്ക് പിഗ്മെന്റേഷൻ അങ്ങനെ ഇല്ല. പിഗ്മെന്റേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഈ മൗത്തിന്റെ ചുറ്റും ഒരു കറുത്ത കളർ ഡിസ്കളറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടാവും, അതാണ് പിഗ്മെന്റേഷൻ. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് ഡാർക്ക് സ്പോട്ട് ആണ് ഉണ്ടായിരുന്നത്. സോ ഞാൻ അതിനെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഇതിന്റെ കൺസിസ്റ്റൻസി നോക്കണ്ടേ, കാണിച്ചു തരാം. ഇത് തീർന്നു ഗൈസ്. ഇതിൽ ഞാൻ ആകെ 2-3 തുള്ളികളെ ഉണ്ടാവുള്ളൂ, അതായത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഗൈസ്. അതുപോലെ കിട്ടുന്നില്ല എനിക്ക്, കുറച്ച് കിട്ടിയെന്ന് തോന്നുന്നു. കാണിച്ചു തരാം കേട്ടോ. വന്നിട്ടുണ്ട്. യെസ് ഗൈസ്, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇത് ഭയങ്കര വാട്ടർ കൺസിസ്റ്റൻസി ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് സ്റ്റിക്കിനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. നല്ല അടിപൊളിയായിട്ട് ഫേസിൽ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടും. ചില പ്രൊഡക്റ്റ് നമുക്ക് ഇടണമല്ലോ എന്നുള്ളൊരു മടി ഉണ്ടാവില്ലേ, അങ്ങനെ ഒന്നും തോന്നില്ല. നല്ല രസമാണ് ഇത് യൂസ് ചെയ്യാൻ, നല്ല ബളബള പോലെ ഇരിക്കും. ഓക്കെ, എനിക്ക് ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യാൻ. ഇത് യൂസ് ചെയ്യേണ്ട രീതി രാവിലെയും രാത്രിയും ഒരേപോലെ യൂസ് ചെയ്യാം. രാവിലെ നമ്മൾ മുഖം കഴുകി ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടോണർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സാധനം ഇട്ട് കൊടുക്കാം, സെറം ഇട്ട് കൊടുക്കാം. 2-3 ഡ്രോപ്സ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ചിട്ട് 2-3 ഡ്രോപ്സ് അത്ര മാക്സിമം മതി. അത്ര ഇട്ട് ഫേസ് ഫുൾ ഇടുക. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതാണ് രാവിലെ ആണെങ്കിൽ. രാത്രി ആണെങ്കിൽ ഇതേപോലെ ക്ലെൻസിങ്, ടോണിങ്, സെറം യൂസ് ചെയ്യുക, ദെൻ മോയ്സ്ചറൈസർ. അത്രയേ ഉള്ളൂ, സിമ്പിൾ റൂട്ടീൻ. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. സോ ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് ഡാർക്ക് സ്പോട്ട് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കാണുന്നത് നിലവിൽ വന്നതാണ്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്തില്ല. ഒരു 3 to 4 months എന്തായാലും എനിക്ക് ഈ പ്രൊഡക്റ്റ് നിന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുക, എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. എനിക്ക് തോന്നുന്നു 550 രൂപ അത്ര എന്തോ ആണ്. ഞാൻ സ്ക്രീനിൽ കറക്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടമായി. എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്. സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയി, ഈവൻ സ്കിൻ ടോൺ ആയി. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, കുറേ പഴക്കമുള്ള ഡാർക്ക് സ്പോട്ട് അല്ല, പക്ഷേ ആദ്യമേ വന്ന ഡാർക്ക് സ്പോട്ടൊക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതിന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും 10 ഒരു 8 എന്തായാലും കൊടുക്കും. 9 വരെ കൊടുക്കാം, എങ്കിലും 8 എന്തായാലും കൊടുക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. സ്കിൻ നല്ല സപ്പിളായിട്ടിരിക്കുന്നത് പോലെ തോന്നി. ചില പ്രൊഡക്റ്റ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല. എനിക്ക് നല്ല സപ്പിളായിട്ട്, നല്ല ഒരു ഗ്ലോ എന്നല്ല പറയാം, നല്ല സപ്പിളായിട്ടിരിക്കും തോന്നുന്നു. നമ്മൾ രാത്രി ഉപയോഗിച്ച് രാവിലെ അടിക്കുമ്പോൾ സ്കിൻ നല്ല രസമുണ്ട്, നമുക്കത് കാണുമ്പോൾ സന്തോഷമല്ലേ. അങ്ങനെ ഫീൽ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ ആൽഫ ആർബുട്ടിൻ മാത്രമല്ല, ആൽഫ ആർബുട്ടിൻ ഇതിൽ 2% ആണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, ഫെറൂലിക് ആസിഡ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഡാർക്ക് സ്പോട്ടിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി, സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ആൽഫ ആർബുട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും നിങ്ങൾ കാണണം. ആർക്കൊക്കെ ഉപയോഗിക്കാം, എപ്പോഴൊക്കെ യൂസ് ചെയ്യാമെന്നതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ സ്കിന്നിൽ ഇത് എന്താ ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മുടെ സ്കിന്നിൽ ഇത് എന്താ ചെയ്യുന്നത് എന്ന് വരെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് കണ്ടതിന് ശേഷം യൂസ് ചെയ്യണമെന്നല്ല. നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്നിൽ അവർ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം, നല്ലതല്ലേ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ അറിയാനായിട്ട്, അതാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ നിങ്ങളും അത് കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻ്റ് ഒക്കെ ചെയ്തോളൂ. എന്തൊക്കെ തരം വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയാം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.